അന്തരീക്ഷം ഒന്ന് തണുത്തതേ, വേനൽ മഴ തകർത്ത് പെയ്യാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്തുള്ള പോട്ടയിലാണ് എൻ്റെ വീട്. നിങ്ങളുടെ നാട്ടിലൊക്കെ വേനൽ മഴ കിട്ടിയോ? ഞാനപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേ ഈ ഒരു സന്ധ്യാ നേരത്തെ ഗാർഡനിലെ കാഴ്ച എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചു. കാര്യം നമ്മുടെ ബോഗൺവില്ലകൾക്കൊക്കെ മഴ കുറച്ച് ക്ഷീണം ചെയ്യും, ചെടികളുടെ പൂക്കളൊക്കെ ഒന്ന് കൂമ്പി നിൽക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ചെടികൾക്കും നമുക്ക് ഈ പ്രകൃതി മൊത്തം ഈ കൊടും വേനലിൽ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി. ആ ഒരു ഇളം എന്താ പറയുക, ഒരു ചെറിയ പ്രകാശത്തിൽ നല്ല മഴയും അതുപോലെ തന്നെ ആ ഒരു പൂക്കളുടെ നിറക്കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തിയപ്പോഴേ ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് ഇതൊക്കെയാണ് കേട്ടോ വീട്ടിലേക്ക് വരുമ്പോഴുള്ള വലിയൊരു സന്തോഷം. പകലത്ത് നമ്മുടെ അധ്വാനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ കാത്ത് നമ്മുടെ സുന്ദരി കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തോ എന്നൊന്നറിയാൻ, ഏതൊക്കെ ജില്ലയിലൊക്കെ മഴ പെയ്തു, നമ്മുടെ ഈ ജാൻസിസ് പാർട്ടീസ് ആരൊക്കെ കാണുന്നുണ്ട്, ഈ ജാൻസിസ് പാർട്ടീസിലെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും അന്വേഷണം അറിയിക്കുകയാണ്. ഇവിടെ ജാൻസിസ് പാർട്ടീസിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക, വീടിൻ്റെ മുമ്പിൽ ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണെങ്കിലും ഈ മഴയത്ത്, ഈ വേനൽ മഴയത്ത് നനഞ്ഞ് കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്ന ഗാർഡൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ അത്യാവശ്യം വിത്തുകളൊക്കെ പാകിയാൽ, നമ്മൾ ഇപ്പം വേനൽമഴ വരുന്ന സമയത്ത് നമ്മുടെ ചെടികളുടെ വിത്തുകളൊക്കെ മുളയ്ക്കാൻ വളരെ അധികം ടെൻഡൻസി ഉള്ളൊരു സമയമാണ്. അപ്പോൾ വേനൽ മഴയിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിത്തുകളൊക്കെ പാകാനുണ്ടെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് പാകിക്കോളും. മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് കിടക്കുകയാണ്. വിത്തുകൾക്ക് നല്ല ഹെൽത്തോടു കൂടി പൊട്ടി മുളയ്ക്കാനായിട്ട് ഈ ഒരു വേനൽ മഴ നല്ലതാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഹെൽത്ത് ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒരുപോലെ ദോഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക, കുഞ്ഞു മക്കളെയൊക്കെ മഴയത്ത് വിടാതെ കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ കാണാം കേട്ടോ. Mm-hmm.